ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോയുടെ ബാക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഫിലിമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ ഒരുപാട് പേര് വന്ന് അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അതിന് ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കാനായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു പടമാണ്. അപ്പോൾ ഇതിൽ അഭിനയിച്ചേക്കുന്നത് ലോഗൻ മാർഷൽ ഗ്രീൻ എന്ന് പറയുന്ന പുള്ളിയാണ്. ഇത് റിലീസായത് 2018 ജൂണിലാണ്. പിന്നെ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ലേ വാനൽ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. $50 ലക്ഷം മുടക്കി നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ $1.7 കോടി ആണ് വാരിയത്. അപ്പൊ ഇതിന്റെ കഥയെന്ന് പറയുന്നത് ഗ്രേ എന്ന് പറയുന്ന ഒരു പുള്ളിക്ക് ടെക്നോളജിയോടൊന്നും വലിയ താല്പര്യമില്ലാത്ത പുള്ളിയാണ്. അപ്പം പുള്ളി ഒരു ആക്സിഡന്റ് പെടുന്നതും പിന്നെ തളർന്നു പോകുന്നതും പാരലൈസ് ആയിട്ട് പോകുന്നതും പിന്നെ ഒരു മില്യനറിന്റെ സഹായത്തോടെ ഒരു ചിപ്പ് ഈ ബോഡിയിൽ ഘടിപ്പിക്കുന്നത്, പിന്നെ അതിന്റെ സഹായത്തോടെ എണീറ്റ് കിടക്കുന്നത്, പിന്നെ തന്റെ മരണം അന്വേഷിച്ച് കണ്ടുപിടിച്ച് പ്രതികാരം തീർക്കാൻ പോകുന്നതാണ് കഥ. ആദ്യമേയൊക്കെ ചിപ്പിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ ഗ്രേ എന്ന് പറയുന്ന പുള്ളിയാണ്, നടനാണെങ്കിലും. പിന്നെ അത് കഴിഞ്ഞ് ചിപ്പ് ഈ ബോഡിയെ നിയന്ത്രിക്കാൻ തുടങ്ങി വെച്ചാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് സോഴ്സ് കോഡ് എന്ന് പറയുന്ന ഒരു പടമാണ്. ഡങ്കൻ ജോൺസ് എന്ന് പറയുന്ന പുള്ളി ഡയറക്ട് ചെയ്ത ഈ പടം റിലീസായിരിക്കുന്നത് 2011 മെയ്യിലാണ്. $3.2 കോടി മാത്രം ബഡ്ജറ്റായ ഈ പടത്തിന് ബോക്സ് ഓഫീസിൽ നിന്ന് $14 കോടി ആണ്. ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ജേക്ക് ഗൈലൻഹാൾ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. അപ്പൊ ഇതിന്റെ കഥയെന്ന് പറയുന്നത് സ്റ്റീവൻസൺ എന്ന് പറയുന്ന ഒരു ആർമി പൈലറ്റ് അപകടത്തിൽപ്പെട്ട് മരിക്കുകയും അദ്ദേഹത്തിന്റെ ബ്രെയിനും ഓർഗൻസും വെച്ച് ഓർമ്മ വഴി ഒരു ട്രെയിനിൽ നടത്തിയ ബോംബ് ബ്ലാസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് ഇതിന്റെ കഥ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ ചാപ്പി എന്ന് പറയുന്ന സിനിമയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നെയിൽ ബ്ലോംക്യാം എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. 2015 മാർച്ചിൽ റിലീസായ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് $4.9 കോടി ആണ്. ഇതിന് ബോക്സ് ഓഫീസിൽ ലഭിച്ചത് $10 കോടി ആണ്. നമ്മുടെ എക്സ്മാൻ സിനിമയിൽ ലോകനായിട്ട് അഭിനയിച്ച ഹഗ് ജാക്മാൻ എന്ന് പറയുന്ന പുള്ളിയാണ് ഇതിൽ വില്ലൻ. നടനായിട്ട് വന്നിരിക്കുന്നത് ദേവ് പട്ടേൽ എന്ന് പറയുന്ന ഒരാളാണ്. പോലീസുകാർക്ക് വരെ പോലീസ് റോബോട്ടുകളുള്ള സമയത്ത് കുറച്ച് കൊള്ളക്കാർ ഇതിലൊരു പോലീസ് റോബോട്ടിനെ അടിച്ചുകൊണ്ട് പോകുന്നതും പിന്നീട് അതിന് ചിന്തിക്കാനും സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നതും പിന്നീട് ഈ കൊള്ളക്കാർ അതിനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ വളർത്തി കൊണ്ടുവരുന്നതും കൊള്ളയടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് രംഗങ്ങളുള്ള ഒരു സിനിമയാണിത്. അപ്പം നമ്മുടെ അടുത്ത പടം എന്ന് പറയുന്നത് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന പടമാണ്. ഇത് റിലീസായത് 2014 ഏപ്രിലാണ്. ആലി പി വിസ്തർ എന്ന് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. 10 കോടി ചെലവായ ഈ പടം വെറും 10.3 കോടിയാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. ഇതിൽ മെയിൻ നടനായിട്ട് വന്നേക്കുന്നത് ജോണി ഡെപ്പാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സബ്ജക്റ്റിൽ മെയിൻ ആയിരുന്ന പുള്ളി പിന്നീട് വെടിയേറ്റ് മരിക്കുകയും തന്റെ ഭാര്യയുടെ സഹായത്തോടെ ടെക്നോളജിയെ ഉപയോഗിച്ച് ലോകത്തെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ആവുകയും നാനോ ടെക്നോളജിയൊക്കെ വികസിപ്പിക്കുന്ന ഒരു കഥയാണ് ഇതിന് പറയുന്നത്. നമ്മുടെ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷോട്ട് എന്ന് പറയുന്ന സിനിമയാണ്. വിൻ ഡീസൽ അഭിനയിച്ച ഈ സിനിമ റിലീസ് ചെയ്തത് 2020 ഫെബ്രുവരിയിലാണ്. ഡേവിഡ് SF വിൽസൺ എന്ന് പറയുന്ന പുള്ളി ഡയറക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് ചെലവായത് $4.5 കോടി രൂപയാണെങ്കിലും $3.7 കോടി മാത്രമേ ഇതിനെ ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചുള്ളൂ. നാനോ ടെക്നോളജിയുടെ സഹായത്തോടെ മരിച്ച ഒരു പട്ടാളക്കാരനെ ജീവിപ്പിക്കുന്നതും അത് കഴിഞ്ഞ് തനിക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും കൊല്ലാനുള്ള ഒരു കില്ലിംഗ് മെഷീനായിട്ട് ഒരു സയന്റിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതുമാണ് ഇതിലെ കഥ. പിന്നീട് തന്നെ ഓർമ്മ തിരിച്ചു കിട്ടുന്നതും തന്നെ ഉപയോഗിച്ച ആൾക്കാരുടെ പകരം വിട്ടുന്നതുമാണ് ഇതിലെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്